ചേച്ചി അഖിലേട്ടൻ എന്ന ഹസ്ബൻഡ് എങ്ങനെയാ ശരിക്കും? ഈ കാണുന്ന പോലൊക്കെ തന്നെ. 6 അടി നീളത്തിൽ എന്നാലും പറ കറക്റ്റ് ആയിട്ട് അഖിലേട്ടൻ എന്ന ഭർത്താവ് എങ്ങനെയാ ശരിക്കും? ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഏതർത്ഥത്തിലാണ് ഉദ്ദേശിച്ചത്? എല്ലാ അർത്ഥത്തിലും. എല്ലാ അർത്ഥത്തിലും പറയടി, പെർഫെക്റ്റ് ആണെന്ന് പറയടി, അല്ലെങ്കിൽ എനിക്ക് നാണക്കേടാണ്. ഹസ്ബൻഡ് മാത്രമല്ല, അച്ഛൻ എന്ന നിലയിലും മകൻ എന്ന രീതിയിലും ഫ്രണ്ട് എന്ന നിലയിലും എല്ലാം കവർ ചെയ്ത് പോകുന്ന ഒരാളാണ്. നമുക്ക് ലക്ഷ്മി ചേച്ചിന്റെ ബിഗ് ബോസിലേക്ക് വിട്ടാൽ അടുത്ത സീസൺ ഞാൻ പോകുന്നുണ്ട്. ഫുഡ് ഉണ്ടാക്കുകയും ചെയ്യും, കഴിക്കുകയും വേണം. ഈ വെളിയിൽ നിന്ന് കാണിക്കുന്നതൊന്നും അല്ല, അകത്തോട്ട് കയറുമ്പോൾ നമുക്ക് അങ്ങനെ ഇപ്പം പുറത്തു നിന്നുകൊണ്ട് പലർക്കും തോന്നും അയ്യോ അങ്ങോട്ട് പോകാം. ഇപ്പം ഞാൻ പറയണ്ടേ, കുറേ ആൾക്കാർ പറയുന്നത് കേട്ടു ബിഗ് ബോസിൽ. ഇപ്പം ഞാനത് പറഞ്ഞിട്ടുണ്ട്. എന്നെ സംബന്ധിച്ച് എനിക്ക് ഫൈറ്റേഴ്സ് എന്ന രീതിയിൽ അവരാരും മോശം എന്നതല്ല എൻ്റെ ഫോക്കസ്. എനിക്ക് എപ്പോഴും ഇഷ്ടം എന്നെ തോപ്പിക്കുന്ന ആൾക്കാരെയാണ്. എങ്കിലും എനിക്ക് ജയിക്കാനുള്ള ഒരു കുറച്ചുകൂടെ ഞാൻ എനർജറ്റിക് ആവുന്നത് എപ്പോഴാണ്. ഞാൻ ക്രിക്കറ്റ് കളിക്കുന്ന സമയത്തും അങ്ങനെയാണ്. ഞാൻ പന്ത് എറിയുമ്പോൾ വിക്കറ്റ് ആവുന്ന ഒരു ബാറ്റ്സ്മാനെക്കാട്ടി ഇഷ്ടം എന്നെ 6 അടിക്കുന്ന ഒരു ബാറ്റ്സ്മാനെതിരെ പന്ത് എറിയാനാണ് ഇഷ്ടം. അയാൾക്കെതിരെ പന്ത് എറിയുമ്പോഴേ ഞാനൊരു ബെറ്റർ ബോളർ ആവത്തുള്ളൂ എന്ന് ഞാൻ ചിന്തിക്കുന്നുണ്ട്. അതിൻ്റെ അർത്ഥം നേരത്തെ ഔട്ടായ ബാറ്റ്സ്മാൻ മോശം എന്നുള്ളതല്ല. അത് കണക്കാണ് ഹൗസിലും. ഈ ഹൗസിൽ വന്ന എല്ലാവരും ഗംഭീര പ്ലേയേഴ്സ് തന്നെയാണ്. പക്ഷേ അവരൊക്കെ എന്തുകൊണ്ട് അതിനകത്ത് പരാജയപ്പെട്ടു എന്ന് ചോദിച്ചാൽ അവർ പുറത്ത് അവർക്ക് കിട്ടിക്കൊണ്ടിരുന്ന ഒരു ഫ്രീഡമോ അല്ലെങ്കിൽ മൈൻഡിൻ്റെ ഒരു വൈബോ ഒന്നും അകത്ത് വന്നാൽ കിട്ടത്തില്ല. അതൊരു 1 വീക്ക്. ഇപ്പോൾ ഹനാൻ എന്ന് പറയുന്ന കുട്ടിയുടെ കാര്യം എടുത്തു നോക്കൂ. ഹനാൻ എത്രത്തോളം എനർജറ്റിക് ആണ് പുറത്ത്, എത്രത്തോളം മനോഹരമായിട്ട് അവൾ സംസാരിക്കുന്നുണ്ട്. 2 ദിവസമായപ്പോൾ തന്നെ ഹനാനെ അവിടുത്തെ സർവൈവ് ചെയ്യാൻ പറ്റിയില്ല. ഒമർ ആരും എന്തു അഭിപ്രായം പറയാൻ ഒരു മടിയില്ലാത്തതാണ് ഒമർ. അയാൾക്ക് അങ്ങനെ വലിപ്പ ചെറുപ്പമൊന്നുമില്ല. അയാൾ സത്യസന്ധമായിട്ട് അഭിപ്രായം സംസാരിക്കും. പേഴ്സണലി ഒരു നല്ല മനസ്സിൻ്റെ ഉടമയുമാണ് ഒമറിനെ. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഒരു നല്ല മനുഷ്യനാണ് അയാൾ. അപ്പം ഒമറിനകത്ത് വന്നപ്പോൾ സർവൈവ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം നമുക്കിപ്പോൾ ഇവരുടെ അടുത്ത് വളരെ നിസ്സാരമായിട്ട് ഇപ്പോൾ ലക്ഷ്മിക്ക് പോകാൻ പറ്റുമെന്ന് വെച്ചാൽ പോകാന്നൊക്കെ പെട്ടെന്ന് പറഞ്ഞേക്കാം. പക്ഷേ അല്ല പല ആൾക്കാർ എൻ്റെ അടുത്ത് തമിച്ച് ചോദിക്കുമ്പോൾ ഞാൻ പറയുന്നുണ്ട്. പക്ഷേ അതിനകത്ത് പോയിട്ട് സർവൈവ് ചെയ്യുക എന്ന് പറയുന്നിടത്താണ് സക്സസ്. അവിടാണ് വിജയം. അത് ചിലപ്പം പുറത്ത് റിനോഷിന്റെ പാട്ട്, ഈ മല്ലു എന്നൊക്കെ പറയുന്ന പാട്ട് ആക്ച്വലി ഞാൻ പുറത്തിറങ്ങിയിട്ട് കേട്ടെ എന്ത് ഗംഭീരമായിട്ടാണോ ചെയ്തേക്കുന്നതെന്ന് അറിയാമോ? ഞാൻ ഫസ്റ്റ് ടൈം കേൾക്കുന്നത്. എനിക്കവനെ സത്യത്തിൽ ഞാൻ അടുത്ത സമയത്ത് ആരോട് സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു റിനോഷ് പലപ്പോഴും പൊട്ടിത്തെറിച്ചിട്ടുണ്ട് ഹൗസിൽ. അവൻ അങ്ങനെ അങ്ങ് തുടർന്നിരുന്നെങ്കിൽ അവൻ നല്ലൊരു കോമ്പറ്റീറ്റർ ആയിരുന്നു എനിക്ക്. അവൻ അങ്ങനെ അങ്ങ് തുടർന്നിരുന്നെങ്കിൽ. പക്ഷേ കക്ഷി അഭിനയിക്കാൻ ശ്രമിച്ചു. അവിടാണ് പറ്റിയ പ്രശ്നം. ആക്ട് ചെയ്യാൻ ശ്രമിച്ചിടത്താണ് സാഗറിനും ആക്ട് ചെയ്യാൻ ആവശ്യമുള്ള സമയത്ത് ഇതായാൽ പോരെ എന്നുള്ള രീതി. അങ്ങനെയല്ല, നമ്മുടെ ഇമോഷൻസിനെ നമ്മൾ കട്ട് ഓഫ് ചെയ്യാൻ ശ്രമിക്കുന്നതിനെക്കാട്ടി നല്ലത് തുറന്നു വിടുന്നത് തന്നെയാണ് നല്ലത്. അവിടെ നമ്മൾക്ക് നമ്മളിലൂടെ കണ്ടന്റുകൾ അപ്പോഴാണ് റിയലായിട്ട് സംഭവിക്കുന്നത്. മറ്റേതെന്ന് വെച്ചാൽ പ്ലാനിങ് ആണ്. ഞാൻ പറഞ്ഞത് ഞാൻ റിനോഷിനോട് എനിക്ക് ഭയങ്കര ഒരു റെസ്പെക്ട് തോന്നിയിട്ടുണ്ട്. അയാൾ എത്രത്തോളം ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു ഡയറക്ടർ ആവാനും ആക്ടർ ആവാനും അല്ലെങ്കിൽ റാപ്പർ ആവാനും ഒക്കെ ശേഷിയുള്ള ഒരാളാണ്. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എൻ്റെ റാപ്പ്. ഞാൻ അത് ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നിയൊരു കാര്യമാണ് അത്. ഓക്കെ. ഇപ്പം നിങ്ങളുടെ ലവ് സ്റ്റോറീസ് ഒക്കെ മൊത്തം എല്ലായിടത്തും പറഞ്ഞ് കേട്ട് എനിക്കും അറിയാം മൊത്തത്തിൽ. പക്ഷെ എന്നാലും പറഞ്ഞില്ല, ഏതോ ഒരു സ്പീച്ച് അമ്മ കേട്ട സമയത്താണ് അമ്മയ്ക്ക് അവർ ഇഷ്ടം തോന്നിയെന്ന്. അന്ന് എന്ത് സ്പീച്ചായിരുന്നു ചേട്ടാ പറഞ്ഞത്? എന്തെങ്കിലും കള്ളത്തരം പറഞ്ഞായിരിക്കും. അല്ല, അത്രയ്ക്ക് അങ്ങടെ ചേച്ചിയുടെ അമ്മ അങ്ങോട്ട് ഇംപ്രസ് ആവാൻ ചേട്ടൻ എന്തായിരുന്നു ആ സ്പീച്ചിൽ പറഞ്ഞത്? അല്ലല്ല, സ്പീച്ചല്ല, ഒരു പ്രസംഗം. എന്താ പറയാ, സ്പീച്ചല്ല. ഞാൻ പാർട്ടിയിൽ അത്യാവശ്യം യൂത്ത് കോൺഗ്രസിലൊക്കെ ഉള്ള സമയത്ത് ഭയങ്കര ആക്റ്റീവായിട്ട് നിൽക്കുന്ന സമയത്ത് അതൊന്നും അല്ല. ഇവർക്കിടെ വീടിൻ്റെ പണി മുടങ്ങി കിടക്കുമായിരുന്നു. ഒരു കോൺട്രാക്ടർ വരെ പറ്റിച്ചൊരു 2.5 വർഷമായിട്ട് പണി മുടങ്ങി കിടക്കുമായിരുന്നു. ഇവർ പല ആൾക്കാരും പോയി കാണുന്നുണ്ട് ഇത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത്യാവശ്യം അടിയും വഴക്കും കൊണ്ടായിച്ചൊക്കെ നടക്കുന്ന ഒരുത്തന്നെ വേണമല്ലോ. അങ്ങനെ നമ്മളെ പൊക്കിയതാവുന്നു. അങ്ങനെ വന്നിട്ട് തന്ത്രപരമായിട്ട് സംസാരിച്ച് ഇത് എന്തോ ഈ വിജിക്കാർ ചെമ്പൂൻ്റെ കണക്ക് സംഭവം അങ്ങ് നടന്നപ്പോൾ പിന്നെ ഞാൻ ഈ ഓപ്പണായിട്ടൊന്ന് സംസാരിക്കുന്നുണ്ട്. ഇവരുടെ അമ്മ അവരോടത്തിന് മാടമ്പിയാണ്, എന്തോ വലിയ ഗെയിമിയാണെന്ന വിചാരം. ലോകത്തുള്ള പല ആൾക്കാരെയും അടിച്ച് അയ്യോ വക്കീലുവാ. അപ്പൊ ഇവരെ നിലയ്ക്ക് നിർത്താൻ വേണ്ടിയിട്ട് ദൈവം എന്നെ സൃഷ്ടിച്ചെന്നാ പിന്നീട് എനിക്ക് തോന്നി. ഒരു മനുഷ്യൻ പറഞ്ഞ ഒരു കേൾക്കത്തില്ല. എന്നാലും അമ്മ ഇങ്ങനെ ഒരാളെ സജസ്റ്റ് ചെയ്യുമ്പോഴേക്കും ചേച്ചി ഇങ്ങനെ ഇവരെ അമ്മയ്ക്ക് അയ്യോ അന്നേരം ഞങ്ങൾ ഭയങ്കര ഫ്രണ്ട്സ് ആയിരുന്നു. ഞാനും ഇവളുടെ അമ്മയും ഭയങ്കര ഇവർക്ക് എന്റെ മകനെ ഞാനും ഇവള് തേർഡ് പാർട്ടി മാത്രമാണ്. അപ്പൊ ഞാൻ ഇപ്പൊ ഒരു വീട്ടിൽ വരുന്ന സമയത്തൊക്കെ എന്ന് വെച്ചാല് കാരണം ഒരു പക്ഷേ ഇവർക്ക് ആ കുട്ടികളോട് ഭയങ്കര സ്നേഹമാണ് ഇവളുടെ അമ്മയ്ക്ക്. അപ്പൊ ഞാൻ അവിടെ വരുമ്പം എന്റെ കണക്ക് തലകറിച്ച് കിടക്കുന്ന ഒരുത്തനെ അവർക്ക് മോനെ പോലെയൊക്കെ കാണാൻ അവർക്ക് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ എനിക്ക് അന്ന് മുടിയൊക്കെ സ്ട്രേറ്റ് 5000 രൂപയൊക്കെ തന്നിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ ഫുൾ സപ്പോർട്ട്. എന്റെ എല്ലാ തൊഴിലും അങ്ങ് ഫുൾ സപ്പോർട്ട്. എന്റെ വീട്ടുകാരെക്കാട്ടും കൂടി അല്ലല്ല, ഞാൻ കുറെ പ്രാവശ്യം മുടി സ്ട്രേറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഇപ്പം ബിഗ് ബോസിൽ വന്നത്. ഇത് കല്യാണത്തിന് മുമ്പ്, കല്യാണത്തിന് 2 വർഷത്തിന് മുമ്പുള്ള കാര്യമാണ് പറഞ്ഞത്.
അതങ്ങനെ പോയി കുറെ നാളെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ അവരുടെ ശത്രുവായി. കാര്യമെല്ലാം കഴിഞ്ഞു കഴിഞ്ഞല്ലോ. അപ്പം അവരുടെ ആരാണ്ടൊക്കെ പോയി പറഞ്ഞു കൊടുത്തു, അവനാകിലോ, അവൻ നിങ്ങളുടെ സ്വത്തും കണ്ടിട്ട് നിങ്ങളുടെ മോളെ അടിച്ചുകൊണ്ട് പോയിട്ട് മൊത്തം ഉണ്ടാക്കാൻ നടക്കുന്ന അമ്മാക. കാരണം ഞാൻ ഈ രാഷ്ട്രീയത്തിൽ നടക്കുമ്പോഴത്തേക്ക് ഇനി അത്യാവശ്യം ഇവരെ സംബന്ധിച്ച് ഒറ്റ മോളാണ്, ഇവർക്ക് അത്യാവശ്യം വസ്തുവും കാര്യങ്ങളൊക്കെ ഉള്ള വീട്ടുകാരാണ്. അപ്പോൾ ഇനി അതെങ്ങാനും ഇവന് കിട്ടിക്കഴിഞ്ഞാൽ ഇവൻ രാഷ്ട്രീയത്തിൽ അങ്ങ് ഫുള്ളായിട്ട് തുറന്നാൽ നമുക്ക് പ്രശ്നമാകുമല്ലോ എന്ന് കണ്ട നമ്മുടെ കുറേ നല്ല സ്നേഹമുള്ള പാർട്ടിക്കാർ ഒരു അമ്മയൊക്കെ കണ്ടപ്പോഴത്തേക്ക് ഇങ്ങനെ പോയി കുത്തിത്തിരിപ്പുണ്ടാക്കി കൊടുത്തു. അപ്പോൾ ഇവർ പെട്ടെന്ന് വിചാരിച്ചു അത് ശരി, ഇവൻ എൻ്റെ സ്വത്ത് കണ്ടിട്ടാണ് വേണ്ട. എൻ്റെ അടുത്ത് പിന്നെ ഈ സ്വത്തും പറഞ്ഞ് സംസാരം തുടങ്ങി. ഇനി എനിക്ക് എൻ്റെ ചെബുത്തേടെ എനിക്ക് വിട്ടുവിട്ടുള്ളവരല്ലേ ഈ പൈസയുടെ കാര്യം ഞാൻ അളക്കാൻ നിൽക്കുന്നത്. ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് 1 സെൻറ്റ് ഭൂമി വേണ്ടെന്ന് എൻ്റെ അച്ഛനും അമ്മയോടും പറഞ്ഞ ഞാൻ പിന്നെ പോയിട്ട് വല്ലവരെ എൻ്റെ ഇവരുടെ സ്വത്തെടുക്കാൻ നടക്കുക. കരിമണിമാലയിട്ട് കെട്ടിക്കാൻ പറഞ്ഞതാ, കേട്ടില്ല. സ്വർണ്ണം വാടകയ്ക്ക് എടുത്തേ കിട്ടത്തുള്ളൂ. ഞാൻ പറഞ്ഞു ഞാൻ ഭാവിയിൽ രക്ഷപ്പെടും. എനിക്ക് പ്രതികരിക്കാൻ മൊത്തം ഇരുത്തിക്കൊണ്ടാ പറയുന്നത്. ചോദിച്ചു നോക്ക്. കല്യാണത്തിന് ഞാൻ അന്ന് പറഞ്ഞു, ഞാൻ ഒരു നമ്മൾ പറയുമ്പോൾ എല്ലാം പുച്ഛമാണല്ലോ നമ്മളെ നോക്കിക്കൊണ്ട്. എൻ്റെ മനസ്സിലൊരു ധാരണയുണ്ടല്ലോ, ഞാനൊരു 2020-2021 ആകുമ്പോഴത്തേക്ക് ചിലപ്പോൾ കേരളത്തിൽ 4 പേരെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ അഭിപ്രായം 10 പേര് കേൾക്കുന്ന ലെവലിലേക്ക് നമ്മൾ എത്തും. അപ്പം ഞാൻ ഇവിടെ ഒരു വേദിയിൽ നിന്ന് പ്രസംഗിക്കുക, സ്ത്രീധനമൊന്നും ഒരു കാരണവശാലും കൊടുക്കരുത്, സ്ത്രീ തന്നെയാണ് ധനം എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് എൻ്റെ കല്യാണ ഫോട്ടോ എടുത്ത് വെച്ചാൽ 75 വല്ല തൊണ്ണാൻ മേടിച്ചിട്ട് മറ്റേ വർത്താനം പറയുന്നത് എനിക്കറിയാം. കാരണം ഞാൻ അത്രയും വർഷങ്ങൾ കടന്ന് എന്ത് സംഭവിക്കുന്നു ചിന്തിക്കുന്ന ആളാണ് ഇത്. പക്ഷെ അന്നേരം ഇത് പറയുമ്പോൾ ഞാൻ വെറും ഊച്ചാളി വന്നേ, എനിക്ക് പറയാനൊന്നുമില്ല. ഞാൻ പറയുന്നുണ്ട്, നിങ്ങൾ കരിമണിമാല ഇട്ട് കയറ്റിവിട്, എൻ്റെ ആഗ്രഹം അതാണ്. ഇത് ഭാവിയിൽ ഇല്ല, എൻ്റെ മോളെ ഞാൻ സ്വർണ്ണം വിട്ടേ കെട്ടിവിടത്തോളൂ. കൈപ്പല്ല പൈസ ഉണ്ടോ, പൈസയും ഇല്ല. പിന്നെ വാടകയ്ക്ക് എടുത്ത് ജ്വല്ലറി പോയി 1 ദിവസത്തേക്ക് വാടകയ്ക്ക് എടുത്ത് ഇത് എൻ്റെ തലയെ കൊണ്ടുവച്ചു. ഇത് ഞാൻ പറയും, ഞാൻ ലോകത്തോട് വിളിച്ച് ഞാൻ പറയും. നീ ഇവിടെ ഇരിക്കും, നീ വിശ്വസിച്ച് താണ്ട് ഇരുത്തിക്കൊണ്ടാ പറയുന്നത്. നീ അവളുടെ അമ്മ എടുക്കണോ, ഇരുത്തിക്കൊണ്ട് ഞാൻ പറയാം. എനിക്കൊരു കള്ളത്തരം പറയേണ്ട കാര്യമില്ല, സത്യമേ ഞാൻ പറയൂ. പറയടി അങ്ങോട്ടെ. ഞാനൊരു മെയിൽ ഷോപ്പിനിസ്റ്റാ. എന്നാലും എന്താ നല്ല തങ്കക്കുടം പോലത്തെ ഒരു ഭാര്യനെ കിട്ടിയില്ലേ? കിട്ടിയില്ലയോ? അത് ഇടയ്ക്കൊന്ന് ഉരച്ചാൻ നോക്കി ഉണ്ടോന്ന് അറിയാൻ. പിന്നെ അപ്പം ഒരു തവണ ഉരച്ചപ്പോഴത്തേക്ക് പിന്നെ ഞാൻ തങ്കക്കുടമാന്ന് അറിയാൻ വേണ്ടി ഇവള് സ്ഥിരം എടുത്ത് തന്നെ ഉരപ്പ് തുടങ്ങി. അയ്യോ നിങ്ങൾ ഇവളെന്നെ തല്ലിയതൊന്നും അറിഞ്ഞിട്ടില്ലല്ലോ. ചേട്ടൻ തല്ലിയത് മാത്രമേ അറിഞ്ഞുള്ളൂ. ഞാൻ തല്ലിയിട്ടൊന്നുമില്ല, ഇടയ്ക്ക് വന്ന് കയറിയതാ. ആവശ്യമില്ലാത്തടത്ത് ഇടയ്ക്ക് വന്ന് കയറിയ ജൂനിയേഴ്സിന്റെ അവസ്ഥയുണ്ടോ. പിന്നെ ഫിസിക്കൽ അസാൾട്ട് വിട്ടു പോയിട്ട് കാര്യമില്ല. വേറെ 2 പേര് സംസാരിക്കുന്നതിന്റെ ഇടയിൽ വന്ന് കയറരുത്. ഞാൻ അവരുടെ വീട്ടുകാരോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, അതിന്റെ ഇടയ്ക്ക് വന്ന് കയറി. അയ്യോ ഞാൻ കരഞ്ഞു. എന്റെ ജീവിത യാഥാർത്ഥ്യങ്ങളെയൊക്കെ കുറിച്ച് ചോദിച്ചാൽ ഞാൻ എല്ലാം വിളിക്കാൻ പറയും. എനിക്ക് ഇവിടെ ഒറ്റയ്ക്ക് ഇരുന്ന് ഇവള് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല കേട്ടോ. ഇവിടെ ഇന്റർവ്യൂ ഞാൻ ഫുള്ള് കേട്ടിട്ടില്ല. കേട്ടിരുന്നെങ്കിൽ അതിന്റെ മറുപടി ഇപ്പൊ കൃത്യമായിട്ട് പറയാറുണ്ട്. ഞാൻ കേട്ടിട്ടൊന്നുമില്ല. പാർവതി അങ്ങനെ ഇവര് ഒരു കാരണവശാലും പിന്നെ അവസാനം കല്യാണം കഴിക്കാൻ പറ്റത്തില്ലെന്നായി. എന്നെ ഞാൻ അത് കയറിപ്പോരുന്നായി. 2 വർഷം നമ്മളവിടെ പഠിത്തം കഴിഞ്ഞിട്ട് കെട്ടിക്കാന്നാ പറഞ്ഞത്. ആരുടെ പഠിത്തം? എന്റെ പഠിത്തം. അത് ഏത് വർഷം കഴിയുമെന്നാ? ഒരക്ഷരം പഠിക്കത്തില്ല. 2 തവണ ഡിഗ്രിക്ക് പോയി. ആനന്ദ് കൊട്ടാരക്കര കോളേജ് 2 വർഷം പഠിച്ചു. പിന്നെ പോയി പ്രൈവറ്റ് ആയിട്ട് 2 വർഷം പഠിച്ചു. 2 വർഷം പഠിച്ചിട്ടുള്ളൂ. അങ്ങനെ 4 വർഷം ഡിഗ്രി ഉണ്ട്, പക്ഷെ ഡിഗ്രി ഇല്ല. ഇവർക്ക് പഠിക്കാനൊന്നും വലിയ ആഗ്രഹമൊന്നുമില്ലെന്ന്. ഇവർക്ക് ഇങ്ങനെ എന്റെ അടുത്ത് ഫുൾ ടൈം. കല്യാണം കഴിഞ്ഞിട്ട് പഠിക്കായിരുന്നോ? പഠിപ്പിച്ചു കൊടുക്കണ്ടേ? ചേട്ടൻ നന്നായിട്ട് പഠിക്കണ കുട്ടിയായിരുന്നില്ലേ? ഞാനും ഡിഗ്രി എഴുതി എടുത്തിട്ടില്ല. ഞാനതല്ലേ പറഞ്ഞ എന്റെ മക്കളുടെ കാര്യത്തില് വലിയ വലിയ പ്രിൻസിപ്പൾമാര് വല്ലതും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മൈൻഡ് ചെയ്തത്. അവര് ഗവൺമെന്റ് സ്കൂളിൽ പഠിക്കട്ടെ, നമുക്ക് എന്താണ്. എന്നാലും അതിനൊന്ന് പഠിപ്പിച്ചു കൊടുക്കായിരുന്നില്ലേ? പഠിപ്പിച്ചില്ല, ജോലിക്ക് വിട്ടില്ല. മെയിൽ ഷോവിനിസ്റ്റ്. എന്നെ അടുക്കളയിൽ ഇരുത്തി മീനച്ചാർ ഉണ്ടാക്കിക്കോ. പിന്നെ അടുക്കള പിന്നെ നടുമുറ്റത്തിരുത്തിയാന്ന് മീനച്ചാർ ഉണ്ടാക്കി. അടുക്കളയിൽ ആ സ്നേഹത്തിന്റെ പുറത്താ മീനച്ചാർ കൊണ്ട് കൊടുത്തത്. ചോദിക്കാൻ അങ്ങോട്ട്. പാവം ചേച്ചി. എന്താ ചേട്ടൻ കാണിക്കുന്നത്? ആ പറ ചേച്ചി. ഇടി പെണ്ണുമ്പോഴാണ് നിധി മേടിക്കുന്നവനല്ലടി മെയിൽ ഷോവിനിസ്റ്റ്. ഇപ്പോൾ അർത്ഥം മാറ്റി എഴുതിയേക്കുക. അപ്പൊ ചേട്ടന് നല്ല ഇടി കൊണ്ടിട്ടുണ്ടല്ലേ? ഇഷ്ടം പോലെ. ഇവനും ഇവരുടെ 2 മക്കളും അമ്മയുടെ കിട്ടിയിട്ടുണ്ട്. ഇവരുടെ അയ്യോ
പിന്നെ ഞാൻ എന്നെ സംബന്ധിച്ച് ഞാൻ ഈ ദേഷ്യം വരുമ്പോൾ ഉള്ള ബഹളവേ ഉള്ളൂ, അല്ലാതെ അപ്പൊ ഇങ്ങനെ ഇടിയുള്ളൊക്കെ എൻ്റെ സ്വഭാവം. ഞാൻ മനസ്സിൽ കൊണ്ടടന്ന് കൊടുക്കും. ആ ആണല്ലേ? ഇങ്ങനെ ഇങ്ങനെ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോ അടുത്തടി കാണും. ഇങ്ങനെ മനസ്സിൽ വെച്ചേക്കും. എന്നിട്ട് പറയും പണ്ട് നിങ്ങൾ അന്ന് എന്നോട് അങ്ങനെ ചെയ്തു. സപ്പോർട്ടഡ് ആയി. പണ്ടത്തെ ഇപ്പോഴും കേൾക്കാറുണ്ടോ കഥ? അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഇങ്ങനെ പെരുമാറുന്നത്. ചില സമയത്തൊക്കെ ഇങ്ങനെ എനിക്കിത് ആണെങ്കിൽ ഈ വീട്ടിനകത്ത് ഇങ്ങനെ എന്തെങ്കിലും പറയുമ്പോഴത്തേക്ക് ഇയാളെ ഭാഷണപ്പെടുത്തേക്ക് കാണിച്ചിരിക്കും. ഞാനെന്തോ ചെയ്തു തലേ ദിവസം എനിക്കൊന്നും ഓർമ്മ കിട്ടുന്നില്ലല്ലോ. അപ്പോഴാ 2 വർഷം മുമ്പ് എന്താണ്ട് ചെയ്തെന്ന്, പഴകഞ്ഞി കൊടുത്തപ്പോൾ അതിനകത്ത് മുളകിൻ്റെ അരിവ് കൂടിപ്പോയെന്നോ അല്ലെങ്കിൽ എൻ്റെ അമ്മ രസം ഉണ്ടാക്കി കൊടുത്തില്ലെന്നോ എന്നൊക്കെ പറഞ്ഞിട്ട്, ഇവള് ഗർഭിണിയായിട്ടിരുന്നപ്പോൾ അമ്മ രസം ഉണ്ടാക്കി കൊടുത്തില്ലെന്നോ. ഇങ്ങനെയൊക്കെയാണ് കുറെ വർഷം കഴിയുമ്പോൾ കുറ്റം പറഞ്ഞു വരുന്നത്. സോഷ്യൽ മീഡിയയിലൂടെ വിമർശനങ്ങളിലൂടെയും നിരവധി കുറിപ്പുകളിലൂടെയും രാഷ്ട്രീയ കാര്യങ്ങളിലൂടെയും ഒക്കെ നമുക്ക് നേരത്തെ അറിയാവുന്ന ആളാണ് അഖിൽ മാരാർ. ബിഗ് ബോസിലെത്തിയതോടെ അഖിൽ മാരാരെ പറ്റിയുള്ള കൂടുതൽ കാര്യങ്ങളാണ് നമ്മൾ അറിഞ്ഞത്. അഖിൽ മാരാരുടെ ഭാര്യ രാജലക്ഷ്മി ഒരു നർത്തകിയാണ്. പലപ്പോഴും അഖിൽ മാരാർ ഒരു ഷോവനിസ്റ്റ് ആണ്, ഭാര്യയ്ക്ക് സ്വാതന്ത്ര്യം കൊടുക്കാത്ത ആളാണ് എന്നൊക്കെ പറയാറുണ്ടെങ്കിലും ഇവരുടെ ഇന്റർവ്യൂ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇവർ തമ്മിൽ എന്തോരം സ്നേഹമാണുള്ളതെന്ന്. ഇവരുടെ കല്യാണം എങ്ങനെയാണ് നടന്നത് എന്ന് അഖിൽ മാരാർ പറയുന്നുണ്ട്. സ്ത്രീധനത്തിനെതിരെ സംസാരിക്കുന്ന ആളാണ് അഖിൽ മാരാർ. എന്നാൽ രാജലക്ഷ്മിയുടെ അമ്മയ്ക്ക്, അഖിലിന്റെ ഭാര്യയുടെ അമ്മയ്ക്ക് അവളെ നിറ സ്വർണത്തോടെ കല്യാണം കഴിപ്പിക്കണമെന്നായിരുന്നു. അതുകൊണ്ട് തന്നെ അങ്ങനെ സ്വർണം വാടകയ്ക്ക് എടുത്താണ് കെട്ടിച്ചതെന്നാണ് അഖിൽ മാരാർ ഇപ്പോൾ തുറന്നു പറയുന്നത്. അത് മാത്രമല്ല, ആദ്യം ഭാര്യയുടെ അമ്മയുമായി നല്ല സൗഹൃദത്തിലായിരുന്നെങ്കിലും പിന്നീട് താൻ ശത്രുവായി. അവരുടെ സ്വത്തെല്ലാം എടുക്കാൻ വന്ന ആളായിട്ടാണ് തന്നെ കണ്ടത്. മാത്രമല്ല, തന്റെ ഭാര്യ തന്നെ തല്ലിയതിനെ കുറിച്ചും അഖിൽ തുറന്നു പറയുന്നുണ്ട്.